ഹായ് കുട്ടികളെ, ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും ചമ്മന്തിയും. കറിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ ഒന്ന് എണീറ്റിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റില്ല, അതൊക്കെ മെല്ലാവുള്ളൂ. അപ്പോൾ തലേ ദിവസം മുതിരക്കറി ഇരിക്കുന്നുണ്ട് തലേദിവസത്തെ. അതും രണ്ട് ചപ്പാത്തിയും ഒരു ഗ്ലാസ് പാലും കൂടി എൻ്റെ മോന് കൊടുത്തുവിട്ടു. അവൻ നേരത്തെ കോളേജിൽ പോയി. പിന്നെ ഇനിയിപ്പോൾ ചെറിയ മോളിൽ നിന്ന് അവളെ എണീറ്റിട്ടില്ല. മൂത്ത മോളിൽ ജോലിക്ക് പോകാറായി. അപ്പോഴേക്കും അവൾക്ക് ചായ റെഡിയാക്കണം. ഇത് ഫിൽറ്റർ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്ന കേട്ടോ. കിണർ വെള്ളം ഈ വലിയൊക്കെ പൊട്ടിപ്പോയി കാരണം എനിക്ക് എന്തോ വിശ്വാസക്കുറവ്. ഈ കാക്കയും കിളിയും പൂച്ചയൊക്കെ അതിലെ കൂട്ടില്ലേ. പിള്ളേർ പറയും അമ്മയ്ക്ക് അന്ധവിശ്വാസമാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, രോഗം അതുകൊണ്ടാണ് മാറാത്തതെന്നൊക്കെ പറഞ്ഞ പിള്ളേർ കളിയാക്കും. ഒരുപാട് വൃത്തികാരൻ. ഈ മുളക് കുറേ നാളെ വാങ്ങിച്ച് വെച്ചിട്ട് എപ്പോഴും കഴുകി ഉണക്കണം വെച്ചിട്ട് മറക്കാന്നേ. ഇത് ഞാനൊരു വലിയൊരു സാധനങ്ങൾ വെക്കുന്ന കൊട്ടയിൽ വെച്ചാൽ അത് കാരണം മറക്കുക. ഇനിയിപ്പോൾ എന്തായാലും മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത് ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കഴുകി ഉണക്കണം. അത് പറ്റുക വെയിലുണ്ടെങ്കിൽ, ഇന്ന് നേരിയൊരു മഴക്കാരൊക്കെ ഉണ്ട്. വെയിലുണ്ടെങ്കിൽ അതെന്തായാലും മറക്കാണ്ട് ഉണക്കണം. അപ്പോൾ ഇതിന് നല്ല എരിവുള്ള മുളക്. അതിൽ നിന്ന് ഞാൻ 5-6 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒന്ന് കഴുകുക. മുളകും കഴുകും, ഉള്ളി കഴുകും, പുളി കഴുകും, എല്ലാം കഴുകും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്കിത് വഴറ്റി ഇതിപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം വഴറ്റി എടുത്തിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് ഞാൻ വഴറ്റുള്ളൂ. എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ കരിഞ്ഞു പോയാൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. അത് കാരണം കറിവേപ്പില തീരും കരിയാൻ പാടില്ല. അത് ഇങ്ങനെ ഒരു കരിയാനും പാടില്ല, എന്ന് വെച്ചാൽ ഒരുപാട് പച്ചയാവാനും പാടില്ല. അതിൻ്റെ ഇടത്തരത്തിലൊരു വറവറാന്നിരിക്കണം. അങ്ങനെ അത് വറുത്ത് പോരി. ഇനിയിപ്പോൾ നമുക്ക് പുളി ഞാൻ വഴറ്റിയിട്ട്, പുളിയൊന്നും ആരും വഴറ്റില്ല, പക്ഷെ ഞാൻ പുളി വഴറ്റും. അതിന് വിഷമം തോന്നിയല്ലോ എല്ലാതും വഴറ്റുമ്പോൾ അത് മാത്രം വഴറ്റേണ്ടിരുന്ന. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് പിന്നെ ചോറിന് ബെസ്റ്റാണ് കേട്ടോ. ചോറിനാകുമ്പല്ലേ 2 കാശ് പപ്പടം കൂടി 2-3 പപ്പടം കൂടിയും കൂട്ടിയിട്ട് അത് കൂടി പൊടിച്ചാലേ സൂപ്പർ ചമ്മന്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ ചമ്മന്തി എന്ന് വെച്ചാൽ ഇതിൻ്റെ മണം അടുക്കള മൊത്തം ഇതിൻ്റെ മണമായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലെല്ലാം ഇട്ടിട്ട് അരയ്ക്കല്ലേ, അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക മണം. പക്ഷെ വെളുത്തുള്ളി അവിടെ കഴിഞ്ഞിട്ടാണ്, വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഞാൻ. വെല്ലം ചേർക്കണേ, അയ്യോ അത് മറക്കല്ലേ. ഒരു ഇത്തിരി ഒരു ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കണത് ആ വെല്ലം കൂടിയിട്ട്. അത് എരിവ് മാത്രമാകുമ്പോൾ ടേസ്റ്റ് ഇല്ല. അപ്പോൾ കുറച്ച് ഒരുപാട് ഇടരുത്, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല അല്ലേ, സോറി. കുറച്ച് വെല്ലം കൂടി ചേർക്കണം. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ വഴറ്റിയ എണ്ണ എടുത്തിട്ട് കുറേശ്ശെ അതിൽനിന്ന് ചാലിക്കാം. ഒരു തുണ്ട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അതാണ് ഈ ചമ്മന്തിയുടെ പ്രത്യേകത. ഇത്തിരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിന് ശേഷം എനിക്ക് വേറൊരു സൂത്രമുണ്ട്. ഇത് ഞാൻ മാത്രം കണ്ടുപിടിച്ച ഐഡിയയാണ് കേട്ടോ. ചമ്മന്തി ഉണ്ടാക്കിയാലേ, പച്ചമുളക് ചമ്മന്തി ഉണ്ടാക്കിയാൽ അത് കുറച്ചത് 1 ടീസ്പൂണ് നെയ്യ്, മിൽക്ക് മിസ്റ്റിൻ്റെ നെയ്യാണത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല, ഈ നെയ്യ്ക്ക് ഒരു പ്രത്യേക മണം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ നെയ്യും കൂടി ചേർത്താലേ ഈ ചമ്മന്തി അടിപൊളിയായിരിക്കും. നിങ്ങൾ ചേർത്തില്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടാ. എനിക്കൊത്തിരി ഇഷ്ടമായി പറയാലോ. ഇനിയിപ്പോൾ പലർക്കും പല രുചിയല്ലേ, പല രീതിയിലല്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഈ ചമ്മന്തിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും പറയണേ. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. ഞാൻ ചോറിനാണെങ്കിൽ പപ്പടം കൂടി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ. എൻ്റെ മൂത്ത മോൾക്ക് അവൾക്ക് കറികളേക്കാളൊക്കെ ഇഷ്ടം അവൾക്ക് ചമ്മന്തിയാണ്. അപ്പോൾ അമ്മ ആ ചമ്മന്തി ഉണ്ടാക്കുക മാറാം. അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു, പിന്നെ ഞാനൊന്നും ഇപ്പോൾ ഉണ്ടാക്കില്ല എന്ന് പറയും. പക്ഷേ എന്തായാലും അവൾക്ക് ചമ്മന്തി കൂട്ടി ഇത് ആക്കാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ നീ ചായ എടുക്കട്ടെ കേട്ടാ. ചായ എൻ്റെ മൂത്ത മോൾ അങ്ങനെ കുടിക്കില്ല. അവൾ പാല് ഹോർലിക്സ് കഴിക്കുക. ചായ എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മയും മക്കളും ഇത്തിരി തടിയുള്ളതാണ്. അപ്പോൾ അവൾ ചായ ഞാൻ തന്നെ കുടിക്കേണ്ടി വരും. ഞാനൊന്നും ഡയറ്റ് എടുക്കാൻ വെച്ചിട്ട് കുറേ നാളെ. എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്, എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കുള്ളൂ. നല്ല രുചി മാറ്റം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ച് നോക്കാം മക്കളെ.
എൻ്റെ മക്കൾ വായോ ഇതേണ്ട കഴിക്കട്ടെ അമ്മ വേണ്ട സൂപ്പറാണ് എൻ്റെ മക്കൾക്ക് വേണം